ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറയടി. അപ്പോൾ ഇന്ന് കുറച്ച് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞങ്ങളൊരു പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ സെറ്റ് സാരി കേട്ടോ എടുത്തേക്കണം. അപ്പോൾ നമ്മൾ ഓണത്തിനൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളറുള്ളൊരു സെറ്റ് സാരി കേട്ടോ എടുത്തേക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ ഗ്രൂപ്പ് സോലോം ഗ്രൂപ്പിലുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ റിൻഷിമോൾ ചിലപ്പോൾ ഡാൻസിനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റജിക്കുട്ടി എന്തെങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നു കൺമശി. അപ്പോൾ ഫാത്തിമക്കുട്ടി എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പരിപാടി, പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഗസ്റ്റ് ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പോൾ ആരാണെന്നുള്ളത്, പിന്നെ ഡോക്ടർമാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ കുട്ടികളെ ഇതിന് നിൽക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട്. കുറേ അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മണ്ഡപത്ത് വെച്ചിട്ടുണ്ട്. പുൽപ്പുള്ളി പറഞ്ഞ സ്ഥലത്താണ്, പുൽപ്പുള്ളി നമ്മുടെ പാലക്കാട് തന്നെ കേട്ടോ. അപ്പോൾ അത് റിയാസ്ക്കൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ വരുന്നുണ്ട് തോന്നുന്നു. ഉമ്മനെ വിളിച്ചിട്ടുണ്ട്, ഇനി ഉമ്മ വരുമോ എന്നറിയില്ല. പിന്നെ ഇപ്പോൾ വരില്ല കേട്ടോ. പിന്നെ എവിടേക്കും വരില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ കുറച്ച് സുന്ദരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴൊന്നുമില്ലല്ലോ, എപ്പോഴെങ്കിലല്ലേ നമ്മളൊന്നും ഒരുങ്ങുള്ളൂ അല്ലേ. ഞാൻ അധികം ഒരുങ്ങാറില്ല കേട്ടോ. എപ്പോഴെങ്കിലും കുടുംബം ഒന്നിങ്ങനെ, പിന്നെ നമ്മുടെ തുടയിൽ മരങ്ങളൊക്കെ ഇങ്ങനെ മുറിക്കുകയാണ് കേട്ടോ. അതിനാ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ഇനി കാണാം കേട്ടോ. വിശേഷങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു പാട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ പോവുകയാണ് കേട്ടോ. നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ അടുത്തുള്ള ഒരു തുണിക്കട അമ്മയുണ്ട് കേട്ടോ. നമ്മൾ പോയിട്ട് വരാം. എന്താണ് വീട്ടിൽ ഇന്ന് ആമ്പാ അമ്മയുണ്ട്, റിൻസ്മോളും ഉണ്ട് കേട്ടോ. നമ്മുടെ ഫാത്തിമക്കുട്ടി ഇതാ നമ്മളിനി അവിടുന്ന് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ മണ്ഡപം. ഇതാണ് മണ്ഡപം കേട്ടോ മക്കളെ. ഈ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. തുടങ്ങുന്നു. അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തി. ഞങ്ങൾ കട്ടണ്ട ഇല്ലേ. അങ്ങനെ നമ്മൾ ഇതാ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പുൽപ്പുള്ളിയാണ് സ്ഥലം, പാലക്കാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വന്നത് നമുക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുന്തിരി ജ്യൂസും ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മണ്ഡപത്തിൻ്റെ പേര് വന്നിട്ട് മീനാക്ഷി മഹാൾ എന്നാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ എല്ലാവരും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സർപ്രൈസായിട്ട് ഒരാൾ ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ ആരുമില്ല, നമ്മുടെ പ്രണവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ 2 കൈയില്ലാത്ത ഒരു കുട്ടി ഉണ്ടല്ലോ, അവനാണ് കേട്ടോ. ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു അംഗം പോലെയാണ്. അപ്പോൾ അവൻ നമ്മുടെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു, പ്രണവ്. അവൻ ഒരു യൂട്യൂബുകാരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കില്ലേ പ്രണവിനെ. അപ്പം നമുക്ക് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഈ ഒരു ഇതിൽ പങ്കെടുക്കാനും നമുക്ക് സാധിക്കാൻ തന്നെ കാരണം നമ്മുടെ സോലം ഗ്രൂപ്പിലെ സന്ധ്യ മേഡം ആണ് കേട്ടോ. അപ്പോൾ സന്ധ്യ മേഡത്തിനോടും ഒപ്പം നിൽക്കുന്ന നമ്മുടെ അശ്വതി മേഡത്തിനോടും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ അവസരത്തിൽ നമുക്കിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നു ഒക്കെ കേട്ടോ. രാത്രി
എല്ലാവരും വന്ന് എല്ലാവരും അവിടെ ഒരു ഈശ്വര പ്രാർത്ഥനയാണ് കേട്ടോ ചൊല്ലാൻ തുടങ്ങിയത്. പിന്നെ എല്ലാവരും കൂടി നിന്ന് ചൊല്ലി. പിന്നെ കുറച്ച് പേരുടെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രണവ് നന്നായിട്ട് പ്രസംഗിച്ചിട്ട് അവൻ്റെ ഒരു അനുഭവമാണ് അവിടെ പങ്കുവച്ചത്. പിന്നെ അവൻ സൈക്കിളൊക്കെ ഒരു ചെയ്യുന്ന ആളാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു സ്വയം ഉള്ള ഒരു അനുഭവമാണ് അവൻ അവിടെ നമ്മളോടൊക്കെ ഒന്ന് പങ്കുവച്ചത് കേട്ടോ. പിന്നെ തിരികൊളുത്തുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പ്രണവാണ് തിരികൊളുത്തുന്നത്. അപ്പോൾ അവൻ കാലും കൊണ്ടാട്ടോ തിരികൊളുത്തുന്നത്. പിന്നെ അതിന് മുമ്പ് കുറച്ച് നമ്മുടെ മുഖ്യ അതിഥികളിലൊക്കെ പൂ കൊടുത്ത് ഓരോ കുട്ടികളും സ്വീകരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇതായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടത്. അങ്ങനെ അവൻ തിരിയൊക്കെ കൊളുത്തി. പിന്നെ അവൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കലാപരിപാടിയിലേക്ക് കടക്കുന്നത്. ഹലോ ഹലോ ഹായ് പറയാട്ടോ. ഓക്കെ, ഹലോ ഹായ്, ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കുറച്ചുകൂടെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമാണോ? ഓക്കെ, സന്തോഷം. സോളിൻ്റെ ഈ വർഷത്തെ 2ാം വർഷത്തോട് പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊണ്ടല് നെയ്യിൽ പിടക്കണ മീനാണേ. എങ്ങനെ സൈക്കിൾ ഓടിക്കും? ഒരുപക്ഷെ എനിക്ക് 2 കൈയുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതും അച്ഛനമ്മ നല്ലൊരു സപ്പോർട്ട്. അത് ശരിക്കും സമ്പൂർണ്ണ പരാജയമായിരുന്നു സൈക്കിൾ ഓടിക്കാൻ. നല്ലൊരു വെല്ലുവിളിയായിരുന്നു. കാരണം സാധാരണ 2 സൈക്കിൾ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കണം, കൈ ഇങ്ങനെ പിടിക്കണം. ആദ്യം സൈക്കിളിൽ സീറ്റിൽ ഇരുന്നിട്ട് കയറൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ വൻ പരാജയമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് സൈക്കിൾ, കാരണം ജ്യേഷ്ഠൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. ജ്യേഷ്ഠൻ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു, സൈക്കിൾ ഓടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്കും അതുപോലെ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 1:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. അപ്പം നല്ല നല്ല നെയ്ച്ചോറും പൊറോട്ടയും പിന്നെ ചിക്കൻ കുറുമയും പിന്നെ കോളിഫ്ലവർ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അച്ചാറ്, തൈര് ചട്നി, പിന്നെ നമ്മുടെ പായസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടി നമ്മൾ സദ്യയാണെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ പിന്നെ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് ഐറ്റങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും എല്ലാവരും കൂടെ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റവും നമുക്ക് വേണ്ടിയത് പാത്രത്തിൽ മേടിച്ചിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ആളുകളൊക്കെ വന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കും കൊടുത്ത് നമ്മളും കഴിക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമിൻ്റെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം, പിന്നെ പായസം ഉണ്ട് കേട്ടോ. പാലട പായസം പിന്നെ വെള്ളം ഒക്കെ അവർ അങ്ങനെ ഒഴിച്ച് വെക്കും. നമുക്ക് ആവശ്യം എന്താണോ അത് പോയി എടുത്ത് കഴിക്കുക, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ പ്രണവിൻ്റെ
അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവൻ സൈക്കിൾ ഇങ്ങനെ ഓട്ടിയതിനെക്കുറിച്ചും ഒക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്നാണ് അവൻ പറഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് കേട്ടോ അവൻ പറയണത്. നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കരുത് ഒരിക്കലും എന്നൊക്കെയാണ് അവൻ്റെ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു പ്രസംഗമൊക്കെ ആയിരുന്നു. പിന്നെ അവൻ്റെ ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു. നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ അവൻ തകർത്ത് പാടിയിട്ടോ. എന്തായാലും മണിച്ചേട്ടൻ്റെ ഓർമ്മയൊക്കെ അങ്ങോട്ട് വന്നു. പിന്നെ നമ്മുടെ നല്ല പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വീണ്ടും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം. പിന്നെ ചെറിയ കുട്ടികളുടെ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തത് ഫാഷൻ ഷോ ആണ് കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ സോങ് അതിൽ ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്ന കാരണം. അപ്പം ഞാൻ ഓടിച്ചോടിച്ചിട്ടാട്ടോ ഇടുന്ന പാട്ടൊക്കെ. പിന്നെ ഞാനും ഫാത്തിമയും ഉണ്ട് കേട്ടോ ഫാഷൻ ഷോ ചെയ്യുന്നതിൽ. പിന്നെ റിൻഷ്യ മോളാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ട് അത്ര ക്ലിയറായി വന്നില്ല. പിന്നെ ഗ്രൂപ്പായിട്ട് നമ്മുടെ സോലമിൽ 100ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാവരും പാടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കാണ് കേട്ടോ. പിന്നെ നമുക്കൊരു സമ്മാനം അവർ തരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോലിന് എഴുതിയതിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോയും പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ നമുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫാമിലിക്കും ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അവസാനമായിട്ട് നമ്മുടെ യോഗൻ്റെ ഒരു സോങ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നല്ലൊരു മഴപ്പാറ്റിലുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ വണ്ടിക്ക് കയറിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാട്ടോ പോകണം. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ആ ഗിഫ്റ്റ് ഒന്ന് നോക്കാൻ. നമ്മുടെ ഫാമിലി ഫോട്ടോ ആണ്. അപ്പോൾ അതാ വീടെത്താനായി. പിന്നെ അതാ വീട്ടിൽ വന്ന ശേഷം നമ്മളത് പൊട്ടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തന്നെ നമ്മൾ കൊടുത്ത ഒരു ഫോട്ടോ അവർ ഫ്രെയിം ചെയ്തിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.